السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وصحابه أجمعين ثم أما بعد. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നൂർ എന്ന അധ്യായത്തിൻ്റെ 62 ആയത്തുകളാണ് അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ ഇതിനകം ഈ കോഴ്സിൻ്റെ ഭാഗമായി നമുക്ക് പറയാനും കേൾക്കാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനുമെല്ലാം അവസരമുണ്ടായത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്തിൻ്റെ അവസാനത്തെ 2 ആയത്തുകളിലേക്ക് പ്രവേശിക്കുകയാണ്. 62-ാമത്തെ ആയത്തിൻ്റെ ഇതിവൃത്തം നമ്മൾ പറഞ്ഞു, നമ്മൾ കേട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യുദ്ധമുഖത്ത് നിന്ന് സമ്മതം തേടി തങ്ങളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ജോലികളിലേക്ക് തങ്ങളുടെ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകാൻ സമ്മതം ചോദിക്കുന്ന ആൾക്കാർ അവർ വിശ്വാസികളാണ്. അതുകൊണ്ട് അങ്ങേക്ക് പറ്റുമെങ്കിൽ അങ്ങേക്ക് അവർക്ക് അനുമതി കൊടുക്കാം. ഒപ്പം അവരുടെ ഉദ്ദേശങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കലർപ്പ് ഉണ്ട് എങ്കിൽ അത് തീർന്നു കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ആവാം. ഇതാണ് 62-ാമത്തെ ആയത്തിൻ്റെ ഇതിവൃത്തം. ഈ ആയത്തിൻ്റെ ആകത്തുകയും ഉദ്ദേശവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ്. സത്യത്തിൽ ആ പ്രവാചകൻ കൽപ്പിച്ചതെല്ലാം ചെയ്യുക, ആ പ്രവാചകൻ വിരോധിച്ചതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക, ആ പ്രവാചകൻ്റെ സമ്മതത്തോടുകൂടി മാത്രം എന്തും ചെയ്യുക, ചെയ്യാതിരിക്കുക, ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ആ പ്രവാചകനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളും ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേ കാര്യത്തിൻ്റെ അല്ലെങ്കിൽ അതേ ആശയത്തിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് ഇനി 63-ാമത്തെ ആയത്തിലും പറയുന്നത്. ആയത്ത് നമുക്ക് ഓതി നോക്കാം. ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅളാ قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിൽ പറയുന്നത് മഹാനായ നബിയോടുള്ള അഭിസംബോധനകൾ, ആ അഭിസംബോധനകൾക്ക് പോലും അതിൻ്റേതായ ബഹുമാനം കൽപ്പിക്കണം എന്നാണ്. നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യും പോലെ, വിളിക്കും പോലെ ആവരുത് നബിയോടുള്ള അഭിസംബോധനകൾ എന്ന് ചുരുക്കം. അള്ളാഹു പറയുന്നു, ലാ തജ്അലൂ ദുആഅർ റസൂലി, റസൂലിനെ അഭിസംബോധന ചെയ്യുന്നതിനെ നിങ്ങൾ ആക്കരുത്. ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നബിയെ നിങ്ങൾ അഭിസംബോധന ചെയ്യരുത്. എങ്ങനെ? കദുആഇ ബഅദികും ബഅളാ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെയാക്കരുത്. എടാ പോടാ എന്ന സ്വരത്തിൽ അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അഭിസംബോധനകൾ, വിളികൾ, അത് പാടില്ല എന്ന് അള്ളാഹു പറയുകയാണിവിടെ. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ വളരെ സങ്കീർണമായ പല സ്വരങ്ങളും ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. നമ്മുടെ ആൾക്കാർ തന്നെ പലപ്പോഴും, നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആൾക്കാർ എന്ന് അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ ആ പേരുകളിൽ വിളിക്കപ്പെടുന്നവർ, അവർ പോലും പലപ്പോഴും പ്രവാചകനായ മുഹമ്മദ് എന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, ആ ജോലിക്കാരൻ എന്ന പോലെ, വില്ലേജ് ഓഫീസറായ ഭാസ്കരൻ എന്ന് പറയുന്നത് പോലെ, അങ്ങനെ വളരെ ലാഘവത്തോടു കൂടെ ഒരു ബഹുമാനവും തൊട്ടു നീണ്ടിട്ടില്ലാത്ത അഭിസംബോധനകൾ കേൾക്കാൻ കഴിയും. പ്രസംഗങ്ങളിലുണ്ട്, എഴുത്തുകളിലുമുണ്ട്.
കഴിഞ്ഞ ദിവസം ഒരാൾ സോഷ്യൽ മീഡിയയിൽ നിരൂപണം നടത്തിയത് കാണുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഈ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറയുന്നത്? ഒരു സെൻറ്റൻസിൽ 2 പ്രാവശ്യം പേര് വന്നാൽ 2 പ്രാവശ്യവും നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? ആകെ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ പോലെ എല്ലാറ്റിനും പകരമായിട്ട് എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്. പക്ഷേ അയാൾ നമ്മുടെ ആളല്ല, അതുകൊണ്ട് നമ്മുടെ ശത്രുവുമാണ്. അതുകൊണ്ട് അയാളങ്ങനെ പറഞ്ഞോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ എഴുതാറുണ്ട്. അതെന്തിൻ്റെ പേരിലാണെന്നറിയോ? പരിഷ്കാരത്തിൻ്റെ പേരിലാണ്. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രം പറയുകയും അങ്ങനെ പറയുന്നത് എത്ര അരോചകമാണെങ്കിലും അത് സഹിക്കാം എന്ന നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഉസ്താദുമാർ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊണ്ട് നടക്കുന്ന മതം, അനുഷ്ഠിക്കുന്ന ആചരിക്കുന്ന മതം വളരെ പഴഞ്ചനാണ് എന്ന് കരുതുന്ന കുറേ പരിഷ്കാരികളും പുതിയ നവോത്ഥാനക്കാരുമുണ്ട് നമ്മുടെ ഇടയിൽ. അവരാണ് പ്രവാചകനായ മുഹമ്മദ് എന്ന് മാത്രം അഭിസംബോധന ചെയ്യാറുള്ളത്. മഅദനല്ലാഹ്. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ ഉസ്താദായ മുഹമ്മദ് അങ്ങനെ പോരാ. മുഹമ്മദ് ഉസ്താദ് എന്ന് തന്നെ വിളിക്കണം, ഉസ്താദാണ് എങ്കിൽ. കാരണം ഉസ്താദായി എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളൊരു തൗഫീഖ് കൊണ്ടുണ്ടാകുന്നതാണ്, എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല. ഒരുപക്ഷെ ഉസ്താദ് എന്നുള്ള ജോലിയെ ഈ കാലഘട്ടം ചെറുതായി കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത്ര മാന്യമല്ലാതെ കാണുന്നുണ്ടാവാം. അതൊക്കെ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ അടിസ്ഥാനപരമായി ബഹുമാനം അർഹിക്കുന്ന ആൾക്കാരെയെല്ലാം ആ ബഹുമാനം കൽപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൂടി ഈ ഒരു കാര്യത്തിൽ നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പല ആൾക്കാരും പല രൂപത്തിലാണ് അഭിസംബോധന ചെയ്തിരുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ യാ റസൂലല്ലാഹ് എന്ന് പറയും, അള്ളാഹുവിൻ്റെ ദൂതരെ. അത് ഈമാനുള്ള വിളിയാണ്, ഹൃദയസ്പൃക്കായ വിളിയാണ്, സംബോധനയാണ്. അതേസമയം യാ മുഹമ്മദ് എന്ന് പറയുന്നവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പ്രധാനമായും 2 വിഭാഗം ആൾക്കാരാണ് യാ മുഹമ്മദ് എന്ന് മാത്രം മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിരുന്നത്. ഒന്ന് ആറാബികൾ, അനാഗരികരായ ആൾക്കാർ. രണ്ടാമത്തേത് നാഗരികർ തന്നെയാണ്, പക്ഷേ അവർ കപടവിശ്വാസികളാണ്. അവർക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ഒരു നേതാവ് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ അംഗീകരിച്ചു കൊടുക്കാത്തത് പ്രവാചകത്വം. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദകും ബഅദാ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെയാകരുത് റസൂലിനോടുള്ള അഭിസംബോധന. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാഹു നേരത്തെ ആയത്തിൽ 62-ാമത്തെ ആയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അതിൻ്റെ മഫ്ഹൂം മുഖാലഫ പറയുകയാണ്. അതായത് അവിടെ സമ്മതം ചോദിക്കുന്ന ആൾക്കാരോടാണല്ലോ പറയുന്നത്. അവർക്ക് താങ്കൾ സമ്മതം കൊടുത്തോളൂ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ സമ്മതം ചോദിക്കാതെ പോകുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഖദ് യഅലമുല്ലാഹു, അല്ലാഹു അറിയും, അല്ലദീന യതസല്ലലൂന, തസല്ലല എന്ന് പറഞ്ഞ അർത്ഥം ഊർന്നിറങ്ങുന്നവർ. അല്ലദീന യതസല്ലലൂന, ഊർന്നിറങ്ങുന്നവരെ അല്ലാഹു അറിയും. മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. ലിവാദ, അന്യൻ്റെ മറ പിടിച്ചുകൊണ്ട്, വേറൊരാളുടെ മറ പിടിച്ചുകൊണ്ട് സൂത്രത്തിൽ ചുളിവിൽ ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നവരെ അല്ലാഹു അറിയും. അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് വലിയൊരാപത്ത് വരുന്നതിനെ അവർ കാത്തു സൂക്ഷിച്ചു കൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ അവർക്ക് ശക്തമായ വേദനാജനകമായ ഒരു ശിക്ഷ വരുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് മറ്റുള്ളവരെ മറയാക്കി സൂത്രത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാർ, ആ ആൾക്കാർക്ക് 2 കാര്യങ്ങൾ, രണ്ടാലൊരു കാര്യം വരുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. എന്താ വരിക? ഒന്നുകിലും തുസീബഹും ഫിത്നത്തുൻ,
അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരിക. ആപത്ത് വരിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉഹ്റവിയായ ആപത്തുകളായിരിക്കാം, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ദുനിയാവിലുണ്ടാകുന്ന ആപത്തുകളാണ് പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായ നഷ്ടം, ആരോഗ്യപരമായ നഷ്ടം, അല്ലെങ്കിൽ ജീവിതത്തിലെ അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഫിത്നകൾ, അങ്ങനത്തെ ആപത്തുകൾ വരുന്നതിനെ തുടർന്ന് സൂക്ഷിക്കട്ടെ. അതായത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകിൽ അവർക്ക് ഫിത്ന വന്നേക്കാം, അല്ലെങ്കിലോ ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ വരുന്നതിനെ അവർ സൂക്ഷിച്ചോട്ടെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുന്ന ഈ വേദനാജനകമായ ശിക്ഷ വരുമ്പോൾ ദുനിയാവിൽ ഫിത്ന ഉണ്ടാവില്ല എന്നതിനർത്ഥമില്ല. അവിടെ പല തഫ്സീറുകളും പറഞ്ഞ പോലെ അവിടെ ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ അവർക്ക് ഫിത്ന കൊടുത്തു, അവർക്ക് ക്ലേശം കൊടുത്തു, ദാരിദ്ര്യം കൊടുത്തു, ദുരിതം കൊടുത്തു, അത് മതിയാവില്ല. അതുകൊണ്ട് അതിന് പകരം ആഖിറത്തിലും വേറെ കിട്ടും. മാതാപിതാക്കളെ ക്ലേശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ മാതാപിതാക്കളെ ക്ലേശിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ശിക്ഷയുണ്ടാകും. എവിടെയാണ് ശിക്ഷ ഉണ്ടാകുക? ദുനിയാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും. ദുനിയാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും. ദുനിയാവിൽ അത് താൻ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം, ആഴം എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് ശരിക്കും ഇങ്ങോട്ട് തിരിച്ചറിയാൻ മാത്രമുള്ള പരീക്ഷണം അള്ളാഹു അവന് കൊടുക്കും. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആഖിറത്തിൽ ചെന്നാൽ തീർച്ചയായിട്ടും, കാരണം വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ കൃത്യമായി, ഇതിപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഛേ എന്ന് പോലും അവരോട് പറയരുത് എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അവരെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവരെ അടിക്കുക, അല്ലെങ്കിൽ അവരെ മോശമാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് താങ്ങാൻ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അൻ തുസീബഹും ഫിത്നത്തുൻ ഉസീബഹും അദാബുൻ അലീം, ഒന്നുകിൽ അവർക്ക് ആപത്തുകൾ വരിക, അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ വരിക. ഇത് പറഞ്ഞു വരുമ്പോൾ ഇത് രണ്ടും അവർക്കുണ്ടാകും. ഒരു പക്ഷേ ചെറിയ തെറ്റുകളാണ് ചെയ്തത് എങ്കിൽ അവർക്ക് ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന ഫിത്നകൾ അതിൻ്റെ ഒരു കഫാറത്തായി വന്നേക്കാം. അങ്ങനെയും ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 63-ാമത്തെ ആയത്താണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത്, പറഞ്ഞു കഴിഞ്ഞത്. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. നോക്കൂ, ഇപ്പോൾ പറഞ്ഞത് കുറേ നിയമങ്ങളാണ്. ഈ സൂറത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടന എടുത്ത് നോക്കിയാൽ സ്ത്രീകളും കുടുംബങ്ങളും വീടുകളും സമൂഹവും പാലിച്ചിരിക്കേണ്ട കുറേ മാനേഴ്സ്, കുറേ മാന്യതകൾ, കുറേ സമീപനങ്ങൾ, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സമൂഹം ജീവിക്കേണ്ടത് പ്രവാചകൻ എന്ന കേന്ദ്രബിന്ദുവിനെ വലയം ചെയ്തുകൊണ്ടാണ് എന്നതും പറഞ്ഞു. അതില്ലാതെ വന്നാൽ ഒന്നുകിൽ ദുനിയാവിൽ അതിന് വില കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആഖിറത്തിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അതും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനായത്തിൽ അള്ളാഹു പറയുകയാണ്, ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ അംഗീകരിച്ചിരിക്കണം. കാരണം നിങ്ങൾ എത്രമാത്രം അഹങ്കരിക്കുന്നുണ്ട് എങ്കിലും, എത്രമാത്രം വലിയ അഹന്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എങ്കിലും, സത്യത്തിൽ അള്ളാഹുവാണ് എല്ലാം അടക്കി ഭരിക്കുന്നവൻ. ഈ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അവനാണ് എല്ലാം അറിയുന്നവൻ. അവൻ്റെ അടുക്കലേക്കല്ലാതെ വേറെ എങ്ങോട്ടും നിങ്ങൾക്കൊരു മടക്കമില്ല. അതുകൊണ്ട് ഞാൻ ഈ സൂറത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുന്നതാണ്, അംഗീകരിക്കുന്നതാണ്, സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആ ധ്വനിയിലാണ് അവസാനത്തെ ആയത്ത് അള്ളാഹു പറയുന്നത്. അള്ളാഹു പറയുന്നു, അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് ഖദ് യഅലമു മാ അൻതും അലൈഹി വയൗമ യുർജഊന ഇലൈഹി ഫയുനബ്ബിഉകും ബിമാ അമിലു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അലാ അറിയുക, ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതുമെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഖദ് യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ എന്തിൻ്റെ മേലിലാണോ എന്ന് അള്ളാഹ്ക്കറിയാം. അതായത് നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് അള്ളാഹ്ക്കറിയാം. മാത്രമല്ല വയൗമ യുർജഊന ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തുന്ന ദിവസം എന്നാണ്, അതും അവനറിയാം. നിങ്ങളുടെ നിലപാടെന്താണെന്നും അറിയാം, നിങ്ങളെ എന്നാണ് അവൻ്റെ കയ്യിൽ കിട്ടുക എന്നും അറിയാം. ഫയുനബ്ബിഉഹും, അങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ നിങ്ങളോട് പറയും, ബിമാ അമിലു, അവർ ചെയ്തതെല്ലാം, അവരെന്താണ് ചെയ്തത് എന്ന് അവരോട് പറയും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ്. ഇവിടെ കപടവിശ്വാസികളാണ്
ഇതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് ചില തഫ്സീറുകൾ കാണാം. അവർ ശരിയായ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ ഏതൊക്കെയോ മൂടുപടങ്ങളണിഞ്ഞ് ഏതൊക്കെയോ മറയുടെ ഉള്ളിലിരുന്ന് അവരങ്ങനെ പോവുകയാണ്. അതേസമയം അവർ എന്നാണ് വരിക, അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയാം എന്ന് മാത്രമല്ല അള്ളാഹു അതിനെല്ലാം വേണ്ട ശിക്ഷ അവർക്ക് നൽകുകയും ചെയ്യും. കപടവിശ്വാസികളെന്ന് മാത്രം പറയേണ്ടതില്ല എങ്കിൽ പോലും ഈ കപടവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായും, കാരണം അവരാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 64-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞത്. സൂറത്തുൻ നൂർ നമ്മൾ അതിലെ ആയത്തുകൾ പരിശോധിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെല്ലാം ഇതിനകം നമ്മൾ 20 എപ്പിസോഡുകളിലായി സംസാരിച്ചു. ഒരു സൂറത്തിൻ്റെ പരിപൂർണമായ വ്യാഖ്യാനം, വിശദീകരണം നമ്മൾ നൽകി. ഇത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണമല്ലോ. നമ്മളെ ജീവിതത്തിൽ അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിത് ശരിയാം വിധം നമ്മുടെ മനസ്സിലെത്തിച്ചിരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കേട്ട ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുകയും പരീക്ഷകൾക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് പ്രത്യേകം സഹോദരിമാരെ സ്നേഹപൂർവ്വം ഉണർത്തുന്നു. അല്ലാഹു ഖുർആൻ പഠിക്കുവാനും പഠിച്ചത് മനസ്സിൽ സൂക്ഷിക്കുവാനും പഠിച്ചതിനനുസരിച്ച് ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അങ്ങനെ നമ്മുടെ സ്വന്തം തലമുറയെ ശുദ്ധീകരിച്ചെടുക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.